5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പ്രസിഡന്റിന്റെ വണ്ടിയാ, അവര് തീരുമാനം അറിയിക്കാൻ വരിക. വരൂ വരൂ. നമസ്കാരം. കയറിയിരിക്കാം. വേണ്ട ഇന്ദ്ര, ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അനുപമയുടെ അച്ഛനാണല്ലേ? അതെ. നമസ്കാരം മാഷേ. നമസ്കാരം. അനന്തം മാഷിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാ. മാഷിനെ പോലെയുള്ളവരെയൊക്കെ പ്രചരണത്തിന് ഇറക്കി വമ്പൻ ഭൂരിപക്ഷത്തോടെ തന്നെ അനുപമയെ വിജയിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ എല്ലാം കുഴഞ്ഞു മറിഞ്ഞില്ലേ? ഇപ്പൊ എന്താ നിങ്ങളുടെ തീരുമാനം? അനുപമയെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്നാണോ? സത്യം പറഞ്ഞ സുശീലയെ മാറ്റി അനുപമയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമായിരുന്നു മാഷേ. പക്ഷെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുക. നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞത് ഭാഗ്യം. അതിന് അനുപമ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് ഇവിടെ തെളിഞ്ഞിട്ടില്ലല്ലോ പ്രസിഡന്റെ. എന്റെ മകളുടെ പേരിൽ വെറും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ആരോപണമാണ് മാഷേ ശത്രുക്കളുടെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ അനുപമയെ മാറ്റി ഈ വാസന്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയെ മാറ്റിയ കാര്യം അനുപമയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതറിയിക്കാൻ വേണ്ടി വന്നതാ. നന്ദിയുണ്ട് സാറ്, ഈ വിവരം അറിയിച്ചേനല്ല, എന്നെ മാറ്റിയതിന്. ഇതുപോലൊരു അപകടം ഉണ്ടാവുന്ന സൂചന കിട്ടിയ ദിവസം സ്ഥാനാർത്ഥിയാവാൻ തയ്യാറല്ലെന്ന് പറയാൻ വേണ്ടി ഞാനും ഇന്ദ്രേട്ടനും കൂടെ പാർട്ടി ഓഫീസിൽ വന്നതായിരുന്നു. പക്ഷേ അന്ന് പ്രസിഡന്റിന് എന്നിലുള്ള പ്രതീക്ഷയും വിശ്വാസമൊക്കെ കണ്ടപ്പോ പിന്മാറുകയാണെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഇന്ന് പ്രസിഡന്റ് തന്നെ ആ ഭാരം എന്റെ തലേന്ന് ഇറക്കി വെച്ച് തന്നല്ലോ, സന്തോഷമുണ്ട്. ആ പിന്നെ പുതിയ സ്ഥാനാർത്ഥിക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു അനുപമ. മാഷേ, മാഷു എന്നെ അനുഗ്രഹിക്കണം. വേണ്ട 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 വാസു. ആദ്യം പോയി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കും. അതാ വേണ്ടത്, അതാദ്യം ചെയ്യും. അതാ വാസ്തി നല്ലത്. കഴിഞ്ഞ 2 സ്ഥാനാർത്ഥികളെയും മാഷ് അനുഗ്രഹിച്ചതാ, എന്നിട്ട് അവർക്ക് മത്സരിക്കാൻ പറ്റുമോ? അല്ല, സ്വന്തം അച്ഛന്റെ അനുഗ്രഹമാണ് വേണ്ടതെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മതി, ഇനി വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അപ്പൊ ശരി, ഇവിടുന്നൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയില്ലെങ്കിലും ഈ വീട്ടിലെ മുഴുവൻ വോട്ടും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. വോട്ട് ചെയ്യണേ മാഷേ. വാ പോവാം. ആ പോവാ. മാഷേ വരട്ടെ. വാ താനേട്ടാ, എല്ലാരും പെട്ടെന്ന് വാ, പ്രചരണം ആരംഭിക്കണം. ബാക്കിയുള്ള പ്രചരണം നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. വാ. മോളെ, സാരമില്ല മോളെ, പോട്ടെ. എന്തായി പ്രസിഡന്റെ, അനുഭവം കണ്ട് സംസാരിച്ചോ? പിന്നെ സംസാരിക്കാതെ, പാർട്ടിക്ക് വലുത് പാർട്ടി കാര്യങ്ങളാ. ആ അനുപമയുടെ പോസ്റ്റർ വലിച്ചു കീറിയിട്ട് അവിടെ വാസന്തിയുടെ പോസ്റ്റർ ഒട്ടിക്ക് സുമേഷേ. ശരി പ്രസിഡന്റെ. സുമേഷ്
ആ, വെറുതെ എടുക്ക്. ഇത് എന്നേ ആകാമായിരുന്നു എന്റെ പ്രസിഡന്റ്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ധനഞ്ജയ. ആ, അതെ. എല്ലാവരും വേഗം റെഡിയായി വരണം. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. 2 മണിക്ക് പ്രകടനവുമായി ഇവിടുന്ന് പുറപ്പെടണം. ധനേട്ടാ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ഇന്നലെ ധനേട്ടൻ അയൺ ചെയ്ത് വെച്ച സാരി അത്ര പോരാ. പുതിയതൊരെണ്ണം ധനേട്ട അയൺ ചെയ്ത് തരണം. ആ ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്റെ ധനേട്ടൻ അതൊക്കെ കണ്ടറിഞ്ഞു ചെയ്തു തരും. എന്റെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയാ എന്റെ ധനേട്ടന്. ഓവേ ധനനുള്ളത് കൊണ്ട് സ്ഥാനാർത്ഥിക്ക് വേറൊരു സഹായിയുടെ ആവശ്യമില്ല. അത് ശരിയാ, പാർട്ടിക്കൊരു മുതൽക്കൂട്ടാ ധനൻ. അതെ, ഇളിച്ചോണ്ട് നിൽക്കാതെ സ്ഥാനാർത്ഥിക്ക് ജയ് വിളിക്ക് സുകുമാരി. അല്ല, നമ്മുടെ സ്ഥാനാർത്ഥി വാസന്തിക്ക്, നമ്മുടെ സ്ഥാനാർത്ഥി വാസന്തിക്ക്.